ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഷാൻ എജുടോക്സ്. ഷാൻ എജുടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കണക്റ്റീവ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സുകളാണ് കണക്റ്റീവ്സ്. ക്ലോസുകളെയോ സെന്റൻസുകളെയോ ഈവൻ വേർഡ്സുകളെ പോലും കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വേർഡുകളും ഫ്രേസുകളൊക്കെയാണ് കണക്റ്റീവ്സ്. പൊതുവെ 3 തരത്തിലുണ്ട്. കൺജങ്ഷൻസ് ഉണ്ട്, പ്രപ്പോസിഷൻസ്, കൺജങ്ക്റ്റീവ്, ആഡ്വേർബ്സ്. അപ്പൊ കൺജങ്ഷൻസ് എന്ന് പറയുന്നത് കണക്ട് വേർഡ്സ്, ഫ്രേസസ്, ക്ലോസസ്, സെന്റൻസസ് ടുഗെദർ. വേർഡ്സുകളെ പരസ്പരം കൂട്ടിച്ചേർക്കുവാനോ അതുമല്ലെങ്കിൽ 2 ഫ്രേസുകളെ തമ്മിൽ യോജിപ്പിക്കുവാനോ 2 ക്ലോസുകളെ തമ്മിൽ യോജിപ്പിക്കുവാനോ അല്ലെങ്കിൽ 2 സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുവാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. കൺജങ്ഷൻസിനെ പൊതുവെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തേത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഈക്വൽ റാങ്കിലുള്ളതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്, അല്ലെ? ആ ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കോർഡിനേറ്റ് ചെയ്യുക. എന്നാൽ രണ്ടാമത്തേത് സബോർഡിനേറ്റിംഗ്. ഈ സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് താഴ്ന്നു നിൽക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഉയർന്ന റാങ്ക് ഉള്ളതിന്റെ കൂടെ അതിനേക്കാൾ റാങ്ക് കുറഞ്ഞതിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെൻ, ബിക്കോസ്, ഈഫ്, ആസ്, ഇതൊക്കെയാണ് സബോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ കോറിലേറ്റീവ്. അതിനകത്ത് 2 വേർഡ്സ് ഉണ്ടായിരിക്കും. അത് 2 ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, neither nor, either or, not only but also, so, that. ഇങ്ങനെയുള്ള കൺജങ്ഷൻസിനെയാണ് കോറിലേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ കണക്റ്റീവ്സിൽ പ്രപ്പോസിഷൻസ് കൂടി ഉൾപ്പെടുന്നുണ്ട്. ഒരു ക്ലോസിനകത്ത് തന്നെയുള്ള ആശയങ്ങളെ പരസ്പരം കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രപ്പോസിഷൻസ് ഉപയോഗിക്കുന്നത്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻസിന് ചില എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ, ഡിസ്പൈറ്റ്, ബിക്കോസ് ഓഫ്, ഇൻ സ്പൈറ്റ് ഓഫ്, ഇതൊക്കെ പ്രപ്പോസിഷൻസ് ആണ്. ദെൻ തേർഡ് വൺ കൺജങ്ക്റ്റീവ് ആഡ്വേർബ്സ്. കൺജങ്ക്റ്റീവ് ആഡ്വേർബ്സ് ഉപയോഗിക്കുന്നത് ടു ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ക്ലോസസ്. 2 ക്ലോസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കൺജങ്ക്റ്റീവ് ആഡ്വേർബ്സിന്റെ ചില എക്സാമ്പിൾസ് ആണ് മോർ ഓവർ, ഹൗവർ, ഫർദർ മോർ, നെവർദലെസ്, ഇങ്ങനെയുള്ളതൊക്കെ. ഇതെല്ലാം കൂടി കേൾക്കുന്ന സമയത്ത് നമുക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ആ കൺഫ്യൂഷൻസിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയ രീതിയിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. കൺജങ്ഷൻസ് എന്ന് പറയുമ്പോൾ 2 വേർഡ്സിനെയോ 2 ഫ്രേസുകളെയോ ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരേ റാങ്കിലുള്ളതിനെ പരസ്പരം കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് കോർഡിനേറ്റിംഗ് ഉപയോഗിക്കുന്നത്. എന്നാൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത് അൺഈക്വൽ ആയിട്ടുള്ള റാങ്കിലുള്ളതിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കോറിലേറ്റീവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 വേർഡുകൾ ഉണ്ടായിരിക്കും. 2 സ്ഥലത്തായിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഇനി പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് ഒരു ക്ലോസിനകത്ത് തന്നെയുള്ള ആശയങ്ങളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഒരു സെന്റൻസ് അവസാനിച്ചു, തൊട്ടടുത്ത സെന്റൻസുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺജങ്ക്റ്റീവ് ആഡ്വേർബ്സ് ഉപയോഗിക്കുന്നത്. ഇനി കണക്റ്റീവ്സിന്റെ പൊതുവായിട്ടുള്ള ചില പ്രത്യേകതകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതൊന്നുമല്ല നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. കണക്റ്റീവ്സ് ക്യാൻ ബി 1 വേർഡ് ഓർ എ ഫ്രേസ്. കണക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അതൊരു വേർഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആയിരിക്കാം. ഓക്കെ. ഓൾസോ ബി യൂസ്ഡ് ആസ് സ്റ്റാർട്ടേഴ്സ് ഓഫ് എ പാരഗ്രാഫ് ഓർ എ ക്ലോസ്. ഒരു പാരഗ്രാഫ് തുടങ്ങാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലോസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടോ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമുക്ക് കണക്റ്റീവ്സിനെ യൂസ് ചെയ്യാം. Connectives are not interchangeable. The ideas connected must be related. ഈ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ മാത്രമേ നമുക്ക് കണക്റ്റീവ്സിനെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. യൂഷ്വലി യൂസ്ഡ് ഓൺലി വൺസ് ഇൻ എ സെന്റൻസ്. ഒരു കണക്റ്റീവിനെ ഒരു സെന്റൻസിൽ ഒരിക്കൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കുറെ കണക്റ്റീവ്സ് പഠിക്കാനുണ്ട്. ഏറെക്കുറെയൊക്കെ നമുക്ക് അറിയുന്ന വേർഡ്സുകൾ തന്നെയാണ്. അത് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് കണക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്? സോ പല പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കണക്റ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ആഡിങ് ആണ്. ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി
സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കണക്റ്റീവ്സ് ആണ് ആൻഡ്, ഓൾസോ, ആസ് വെൽ ആസ്, മോർ ഓവർ, ഇൻ അഡീഷൻ ടു, ഫെർദർ മോർ, ബിസൈഡ്സ്. ഈ വേർഡ്സുകൾക്കൊക്കെ ആഡ് ചെയ്യുന്ന മീനിങ് ആണുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, കോസ് ആൻഡ് ഇഫക്റ്റ്. ഇപ്പോൾ കാര്യകാരണങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ കണക്റ്റീവ്സിനെ ഉപയോഗിക്കാറുണ്ട്. അതിൽ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന കണക്റ്റീവ്സ് ആണ് ബിക്കോസ്, സോ, therefore, thus, consequently, as a result of, ഇവയൊക്കെ. നെക്സ്റ്റ് വൺ സീക്വൻസിങ് ആണ്. എന്താണ് സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ? ക്രമീകരിക്കുക, ക്രമം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കണക്റ്റീവ്സ് ആണത്. നെക്സ്റ്റ്, ദെൻ, ഫസ്റ്റ്, സെക്കൻഡ്, ഫൈനലി, മീൻ വൈൽ, ആഫ്റ്റർ, എക്സെട്ര. നെക്സ്റ്റ് വൺ, കോൺട്രാസ്റ്റിംഗ്. കോൺട്രാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പരസ്പര വൈരുദ്ധ്യം പറയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ടുള്ള കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്ത് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. whereas, instead of, alternatively, otherwise, unlike, on the other hand, in contrast മുതലായ കണക്റ്റീവ്സ് ആണ്. നെക്സ്റ്റ് വൺ, ക്വാളിഫയിങ്. ക്വാളിഫയിങ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ ഒന്നുകൂടി വിശേഷിപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഏതൊക്കെ വേർഡുകളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ്? however, although, though, unless, except, if, as long as, apart from, yet, despite, in spite of. Next one, emphasizing. ഒരു കാര്യത്തെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ അല്ലെങ്കിൽ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്റ്റീവ്സുകളെ ഉപയോഗിക്കുന്നത്. എബവ് ഓൾ, ഇൻ പർട്ടിക്കുലർ, എസ്പെഷ്യലി, സിഗ്നിഫിക്കൻ്റ്ലി, ഇൻഡീഡ്, നോട്ടബിളി, മോസ്റ്റ് ഓഫ് ഓൾ. സോ നെക്സ്റ്റ് വൺ, ഇലസ്ട്രേറ്റിംഗ്. എക്സാമ്പിൾസോ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴാണ് ഇലസ്ട്രേറ്റിംഗ് കണക്റ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. For example, such as, for instance, as revealed by, in the case of, as shown by മുതലായവ. നെക്സ്റ്റ് വൺ, കമ്പയറിംഗ് ആണ്. കമ്പയറിംഗ് എന്ന് പറയുമ്പോൾ സമാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് കമ്പയറിംഗ് എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. കമ്പയറിംഗിന് നമ്മൾ ഉപയോഗിക്കുന്ന കണക്റ്റീവ്സ് ഈക്വലി, ഇൻ ദി സെയിം വേ, ലൈക്ക്, സിമിലർലി, ലൈക്ക് വൈസ്, ആസ് വിത്ത്, ആസ് കമ്പയർഡ് വിത്ത് തുടങ്ങിയവയാണ്. ഓക്കെ, നമുക്കിനി കുറച്ച് എക്സസൈസ് നോക്കാം. അപ്പോൾ എല്ലാ കണക്റ്റീവ്സിനെ കുറിച്ച് ഒന്നിച്ചിങ്ങനെ പറയുമ്പോൾ നമുക്ക് തലഭ്രാന്ത് പിടിക്കും അല്ലേ, എല്ലാം കൂടി ഒരുമിച്ച് കേൾക്കുമ്പോൾ. സോ ഇതെല്ലാം കൂടി പഠിക്കണമല്ലോ എന്ന് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഏതെല്ലാം ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ എക്സസൈസ് ശ്രദ്ധിച്ച് ഈ എക്സസൈസ് പറയുന്ന സമയത്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം, അതോടൊപ്പം ഈ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സസൈസ് കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ, ദ ടീച്ചർ ലൈക്ഡ് മൈ ഗ്രേഡ്സ് ഡാഷ് മൈ 10% ഗ്രേഡ് ഫോർ റൈറ്റിംഗ്. ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ഒന്നുകൂടി എംഫസൈസ് ചെയ്തുകൊണ്ടാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇൻ പെർട്ടിക്കുലർ എന്നുള്ള കണക്റ്റീവാണ്. ഓക്കെ, ഇൻ പെർട്ടിക്കുലർ, പ്രത്യേകിച്ച്. സെക്കൻഡ് വൺ, ഐ ക്യാൻ ഗോ ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. സോ അവിടെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറയുകയാണ്. അതിനുശേഷം ഐ എം ഹോം ബൈ 9 PM എന്ന് പറയുന്നുണ്ട്. ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആസ് ലോങ് ആസ് എന്നുപയോഗിക്കാം. ഐ ക്യാൻ ഗോ ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ആസ് ലോങ് ആസ് ഐ ആം ഹോം ബൈ 9 PM. ഇത് ഒരു ക്വാളിഫൈങ് ആയിട്ടുള്ള കണക്റ്റീവാണ്. തേർഡ് വൺ, ദ ഫിലിം ഈസ് ലോങ് ആൻഡ് ബോറിംഗ്. ഓക്കെ, ഡാഷ് ദ ബുക്ക് ഈസ് ത്രില്ലിംഗ് ആൻഡ് വെൽ റിട്ടൺ. സോ ഇവിടെ കോൺട്രാസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് പാർട്ടിൽ ഫിലിമിനെ കുറിച്ച് പറയുന്നത് ലോങ് ആൻഡ് ബോറിംഗ് ആണ്.
ഇതിന്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ത്രില്ലിംഗ് ആൻഡ് വെൽ റിട്ടൺ. സോ നമുക്കിവിടെ ഏത് ഉപയോഗിക്കാം? whereas. കോൺട്രാസ്റ്റ് ചെയ്യുകയാണ്. സോ whereas എന്ന് ഉപയോഗിക്കാമോ? ഫോർത്ത് വൺ, ക്ലാസ് ഡിബേറ്റ്സ് ആർ ഇൻട്രസ്റ്റിംഗ് ഡാഷ് the one about the civil war. ഇവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ക്ലാസ് ഡിബേറ്റ്സ് ആർ ഇൻട്രസ്റ്റിംഗ്. ക്ലാസ് ഡിബേറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയുന്നു. അതില് ഒരു എക്സാമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ ദ വൺ അബൌട്ട് ദ സിവിൽ വാർ, അതിലൊന്ന് സിവിൽ വാറിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ള അർത്ഥത്തിലാണ്. സോ ഇവിടെ ഫോർ എക്സാമ്പിൾ എന്ന കണക്റ്റീവിനെ നമുക്ക് ഉപയോഗിക്കാം. fill in the blanks with appropriate connectives. ഇവിടെ ബ്രാക്കറ്റിൽ സിൻസ്, ബിക്കോസ്, furthermore, otherwise, likewise എന്നൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. I put a note beside his cereal bowl dash he would not notice it. I put a note beside his cereal bowl since he would not notice it. Next one, she married him dash he was extremely rich. ഏറ്റവും ബെറ്റർ because എന്ന് യൂസ് ചെയ്യുന്നതാണ്. The next one, you should study more dash you should fail your exams. ഇവിടെ അതർവൈസ്, അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ അതർവൈസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഫോർത്ത് വൺ, സാര വാസ് നോട്ട് സ്മൈലിംഗ് ഡാഷ് സാര വാസ് ഓൾറെഡി ലോൺലി. രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്ത് പറയുകയാണ്, furthermore. Then I will go for a walk if the weather is nice dash you can ride your bike. Likewise എന്നുള്ളതാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ഒന്ന് നോക്കാം. ഡാഷ് ഇറ്റ് വാസ് സമ്മർ ദ നൈറ്റ്സ് വെയർ ക്വൈറ്റ് ചില്ലി. ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് വാസ് സമ്മർ ദ നൈറ്റ്സ് വെയർ ക്വൈറ്റ് ചില്ലി. സെക്കൻഡ് വൺ, ഡാഷ് ഹിസ് ഗ്രേറ്റ് ക്വാളിഫിക്കേഷൻസ് he couldn't manage to find a job. Despite his great qualifications, he couldn't manage to find a job. Third one, the piece of wood hit the man on the head dash he wasn't injured. The piece of wood hit the man on the head though he wasn't injured. ഇവിടെ നമുക്ക് even though എന്ന് ഉപയോഗിക്കാം. The piece of wood hit the man on the head even though he wasn't injured. The next one, he is good at languages dash his brother is an athlete. So ഇവിടെ whereas. The next one, I like hamburgers, I don't like pizza yet. Okay, next one, നമുക്ക് ടിക്ക് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ബാലൻസ് കുറച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. My car is dash in very good condition, it's 12 years old. So still എന്നുള്ളതാണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്. My car is still in a very good condition, it's 12 years old. Next one, in spite of her age, she is dash a very good worker. In spite of her age, she is nevertheless a very good worker. Then Jimmy can read very well dash he is a skillful worker. Jimmy can't read very well though he is a skillful worker. Brian is good at languages dash his brother can't even speak English. Brian is good at languages while his brother can't even speak English. Next one, Janet is clever but she dash finds some subjects difficult. Janet is clever but she however finds some subjects difficult. Okay, so let's wind up this video. Signing out, we'll meet next time. Thank you.